കാലവർഷം ആരംഭിച്ചാൽ നെഞ്ചിൽ തീയുമായി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് വയനാട് മാനന്തവാടിയിൽ. മാനന്തവാടി താഴെയങ്ങാടിയിൽ താമസിക്കുന്ന ഇവരുടെ വീടുകളിൽ എല്ലാ മഴക്കാലത്തും പുഴയെടുക്കും. ഇവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്ന കാലങ്ങളേറെയുള്ള ആവശ്യത്തിന് നേരെ കണ്ണടയ്ക്കുകയാണ് അധികൃതർ. റിപ്പോർട്ട്. മാനന്തവാടി നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന താഴെയങ്ങാടി എന്ന പ്രദേശമാണിത്. മാനന്തവാടി പുഴയുടെ കരയിൽ പുറമ്പോക്കിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുടെ ജീവിതം ദുരിതമയമാണ്. വെള്ളപ്പൊക്ക ഭീഷണിയിൽ ദിവസവും തള്ളി നീക്കുന്നത് വലിയ ഭയത്തോടെയാണ് ഈ കുടുംബങ്ങൾ. പുഴക്കരയിലെ പുറമ്പോക്ക് ഭൂമിയിൽ ടാർപ്പായയും ചാക്കുകളും കൊണ്ട് മറച്ച കൂരയിലാണ് എബ്രഹാം അന്തിയുറങ്ങുന്നത്. മഴ കനത്താൽ പുഴയിലെ വെള്ളം വീടിന്റെ അടുക്കള ഭാഗത്തെത്തും. പിന്നെ വെള്ളമിറങ്ങുന്നതുവരെ ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. വെള്ളം ബുദ്ധിമുട്ടാണ് ഇറങ്ങണം. വെള്ളപ്പൊക്കം വന്നിനെ ഇടിച്ച് മാറ്റാൻ സൗകര്യമുള്ള സാധനങ്ങൾ എവിടെയും സൗകര്യം കിട്ടിയാൽ ഇടിച്ച് മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ കൂടുതൽ വെള്ളം കയറില്ല എന്ന് കൈയിരിക്കുമ്പോൾ പെട്ടെന്ന് കയറുകയാണെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോകും. അപ്പോൾ പിന്നെ വെള്ളം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ കിട്ടും. വെള്ളപ്പൊക്കത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനായി എല്ലാ വർഷവും അധികൃതരെത്തും. എന്നാൽ പിന്നീട് ആരും ഇവരെ തിരിഞ്ഞു നോക്കാറില്ല. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നിരവധി തവണ ഇവർ മുട്ടാത്ത വാതിലുകളില്ല. എനിക്കൊരു വീട് കിട്ടുവാണെങ്കിൽ വലിയ അനുഗ്രഹമാണ്. സ്വന്തമായി ഒരു വീട്ടിൽ കിടന്ന് മരിക്കണം ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ സ്ഥലം കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല, കയറി കിടക്കാനൊരു വീട് കിട്ടിയാൽ മതി. എൻ്റെ വീടിൻ്റെ മുക്കാൽ ഭാഗം മുങ്ങിക്കഴിയുമ്പോഴാണ് അടുത്ത വീടിൻ്റെ മുറ്റത്ത് വെള്ളത്തിൽ. അത് എല്ലാ കൊല്ലവും അങ്ങനെയാണ്. കാരണം ഏറ്റവും കുഴിയിലാണ് എൻ്റെ വീടിരിക്കുന്നത്. പെട്ടെന്ന് മഴ പെയ്ത് വെള്ളം കയറിയാൽ പോവുക, ജീവൻ നഷ്ടപ്പെടുക എന്നല്ലാതെ വേറെ കയറി കിടക്കാനൊരിടയില്ല. പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും കടത്തണ്ണ പോയി കിടക്കാം. ഇപ്പോൾ കടത്തണ്ണ പോയി കിടക്കാൻ കഴിയില്ല. കാരണം കിടന്നാൽ അത് കള്ളന്മാരും കൊള്ളക്കാരും ഇങ്ങനെ വലുതുന്നുണ്ട്. മര്യാദക്കാരായ നമ്മളും എടുത്തു കൊണ്ടുവന്ന് അകത്തിട്ട് ഒരു പോലീസുകാർ തല്ലും. മുൻപ് 12-ലേറെ കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണി മൂലം ചിലരൊക്കെ ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് മാറി. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്തതിനാൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നാളുകൾ തള്ളി നീക്കുകയാണ് ഇവർ. മാനം കറുത്ത മഴ തുടങ്ങിയാൽ പിന്നെ ഇവരുടെ ഉള്ളിൽ തീയാണ്. അടച്ചുറപ്പുള്ള സമാധാനത്തോടെ കയറിക്കിടന്നുറങ്ങാനുള്ള ഒരു കൂരയാണ് ഇവരുടെ ആവശ്യം. അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത്. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുഴ കാണുന്ന, തടാകം കാണുന്ന, വാട്ടർ ബോഡിയുള്ള ഫ്രണ്ടേജുള്ള സ്ഥലം വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഈ റിയൽ എസ്റ്റേറ്റുകാർ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവരുടെ അവസ്ഥ നോക്കൂ. എപ്പോൾ വേണമെങ്കിലും പുഴ കടന്ന് വീട്ടിലേക്ക് വരാവുന്നൊരു സാഹചര്യം. വീടും ജീവിതവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു നിമിഷം. അത് അത്ര ചെറുതല്ല. ദീപക് മോഹൻ്റെ വാർത്തയാണ് പ്രേക്ഷകർ കണ്ടത്.